നാടാകെ ഡെവലപ്പ് ആയിരിക്കുന്നല്ലോ അളിയാ. അതിരിക്കട്ടെ, എങ്ങോട്ടാ? അമ്മയെ കാണോടാ. ഇത് തന്നെയാണോ? അതേടാ. ശരിക്കും ഇത് തന്നെയാണല്ലോ. സ്ഥലം ഇത് തന്നെയാ, പക്ഷെ ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്. വീട് ഇവിടെ എവിടെയോ ആയിരുന്നു. അവിടെ ആയിരുന്നു സ്കൂള്, ഇവിടെ അമ്പലം. അമ്പലം ഇവിടെയോ? അതേനെ, ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ വീട്. ആരുമില്ലേ? ആരെ കാണാനാ മോനെ? ഇതിനു മുമ്പ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നില്ലേ? ലക്ഷ്മി എന്നൊരു അമ്മ ഉണ്ടായിരുന്നു. അവരിപ്പോ എവിടെയാണെന്നറിയോ? അറിയില്ല മോനെ, ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് 10 വർഷമായി. ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അവരിവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാണെന്നറിയോ? അറിയില്ല മോനെ. തീയതിയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 20-ാം തീയതി ആണെങ്കിൽ ഓക്കെ, എമിറേറ്റ്സ് ബുക്ക് ചെയ്യാം. ആ, എന്ത് വേണം സർ? അമ്മ എവിടെ? എന്താ? എന്റെ അമ്മ എവിടെയെന്ന്. എപ്പോഴാടാ മണി നീ ഇറങ്ങിയത്? ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ പോയി. അവിടെ വീടുമില്ല, അമ്മയില്ല. എന്റെ അമ്മ എവിടെ? നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗം വെറുതെ ആയിപ്പോയടാ. നീ പോയി അധികം താമസിയാതെ നിന്റെ അമ്മ മരിച്ചു. ആ പാവസേട്ട് ധാരാളം പണം ചെലവാക്കിയെങ്കിലും പ്രയോജനമില്ലാതായിപ്പോയി. ആ ചെറുപ്രായത്തിൽ നിന്നെ ഇത് അറിയിച്ച് കൂടുതൽ വിഷമിപ്പിക്കണമെന്ന് കരുതിയ ഞാൻ അറിയിക്കാതിരുന്നു. എന്നോട് ക്ഷമിക്കും. താനിപ്പോ ഇങ്ങനെ പറഞ്ഞ ആ ട്രാവൽ ഏജൻസിക്കാരോട് ഞാൻ എന്താ പറയേണ്ടത്? ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. നാശം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പ്ലാൻ? അറിയില്ല അങ്കിൾ. ബാങ്കോക്കിൽ എനിക്കറിയാവുന്ന കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട്. അവിടേക്ക് പോകേണ്ടിയിരുന്ന പയ്യനെന്തോ അസൗകര്യം. നിനക്ക് പോവാമോ? പോകാം അങ്കിൾ. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല അങ്കിൾ. ഒരു വഴിയേ ഉള്ളൂ. അറിയാവുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് വേഗം കിട്ടും. ജയിൽ സൂപ്രണ്ട് ഞങ്ങളുടെ വളരെ ക്ലോസ് ആണ് സാർ. പിന്നെന്താ? ട്രൈ ചെയ്യാം അങ്കിൾ. ഞങ്ങളുടെ ബൈക്കിലിരിക്കുന്നു. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പെണ്ണാണെങ്കിൽ വിടണമെന്നാ. ഇറങ്ങി പാടി. ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? നീ പറഞ്ഞപ്പോ ഞാൻ അപ്പുറോട്ട് ഓളിയാ. ആളെങ്ങനെയുണ്ട്? സുന്ദരിയാ? ക്യൂട്ടാ? സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ. റോഡിലൂടെ പോകുന്ന അലവലാദികൾക്ക് കാറിൽ പോകുന്നവരോട് അസൂയ. അതങ്ങനെയാ. സൈക്കിൾ സ്കൂട്ടറിലിടിച്ചാൽ സ്കൂട്ടറുകാരന്റെ തെറ്റ്, സ്കൂട്ടർ കാറിലിടിച്ചാൽ കാറുകാരന്റെ തെറ്റ്, കാർ ലോറിയിലിടിച്ചാൽ ലോറിയുടെ തെറ്റ്, ലോറി ട്രെയിനിലിടിച്ചാൽ ട്രെയിനിന്റെ തെറ്റ്. എന്ത് ചെയ്താലും വലിയവരുടെയാണ് തെറ്റ്, ഇവരുടെ അല്ല. അതെ സാർ, വിമാനം ട്രെയിനിലിടിച്ചാലും വിമാനത്തിന്റെ തെറ്റ്.
ആരെങ്കിലും കഷ്ടപ്പെട്ട് കോടികൾ സമ്പാദിച്ച് രാജകൊട്ടാരം കിട്ടിയാൽ വെളിയിൽ വായിൽ വെള്ളം ഇറക്കിക്കൊണ്ട് നോക്കി നിൽക്കും. അതുപോലെ നമ്മൾ കാറിൽ വന്നാൽ ആദ്യം മാറി നിൽക്കും, പിന്നെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും. അത് ആശ്ചര്യമല്ല, അകത്തെ അസൂയ. ചെറ്റകൾ പണമുള്ളവർ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടാൽ അവരെ കമത്താവാൻ തോന്നിയാൽ കാല് നിൽക്കാൻ പോലും മടിക്കില്ല. എടോ, നമ്മൾ എപ്പോഴെങ്കിലും കുടിലുകൾക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ, ഒരിക്കലുമില്ല. മോളെ, ഈ ലേബർ മെന്റാലിറ്റിയെ ഇങ്ങനെയാ. നീ ഇനിയും അവനെ കാണുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിച്ചേക്ക്. ഒരുപക്ഷെ അവനാണെന്ന് സംശയം തോന്നുകയാണെങ്കിൽ തന്നെ കൊണ്ടിടിച്ചേക്ക്, ബാക്കി നോക്കാം. മോളെ, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ചെക്ക് ഷർട്ട് ആരിട്ടിരുന്നാലും ഇടിച്ചേക്ക്. ഏയ്, ചെന്ന് അവൻ ആരാണെന്ന് അന്വേഷിക്ക്. ശരി സാർ. SP സാറുണ്ട് സാർ. അകത്തുണ്ട്, കയറിയിരിക്കൂ. സാറിന്റെ വീടും ജയിൽ പോലെ വലുതാണല്ലോ അളിയാ. ആരാ? Who is this? കളഞ്ഞില്ലേ? I was trying to tease your brother. He's not my brother, yeah. What? He's not Rohit? No, അവരുടെ ഡാഡിയെ കാണാൻ വന്നവരാ. Oh, I'm so sorry. I'm sorry. It's okay. Hey, hey. Hi. How are you, yeah? Oh, I'm fine. Hi, uncle. How are you? നിനക്ക് എങ്ങനെയുണ്ട്? I'm fine. എപ്പോഴെത്തി? 2 days ആയി. ഓ, ഹൗ ഈസ് യുവർ ഡാഡ്? He's doing good, uncle. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ അകത്തേക്കല്ലേ? Okay. നമസ്കാരം സാർ. എന്താണ്, സുഖമല്ലേ? ആ സാർ. എന്താ പിന്നെ ഈ വഴിക്ക്? വേറൊന്നുമല്ല സാർ, ബാങ്കോക്കിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. എനിക്ക് പാസ്പോർട്ട് ഇല്ല സാർ. സാറ് റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിൽ. പാസ്പോർട്ട് ചെറിയ കാര്യമൊന്നുമല്ല. പോരാഞ്ഞിട്ട് നീ ജയിലിലും കിടന്നിട്ടുണ്ട്. കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പാസ്പോർട്ട് ഓഫീസർ സാറിന്റെ ഫ്രണ്ട് അല്ലേ? നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ വെറുതെ ഊഹിച്ച് പറഞ്ഞതാ. എൻക്വയറി ഒക്കെ എത്ര നടത്തിയാലും കാര്യം നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം സാർ, നാളെ വന്ന് കണ്ടോളാം. എന്തിന്? ഹരീഷ് ബെയിൽ ഓർഡർ. എന്താ വന്നത്? എൻ്റെ പാസ്പോർട്ട് കാണിക്കാൻ വന്നത്. പാസ്പോർട്ടോ? ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ കിട്ടി? പുറത്ത് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട് സാർ. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം, പക്ഷെ എനിക്ക് അങ്ങനെ പോകാൻ ഇഷ്ടമല്ല സാർ. സാർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒറിജിനൽ പാസ്പോർട്ട് വാങ്ങിത്തരണം സാർ. നീ ആള് മോശക്കാരനല്ലല്ലോടാ. ഡേയ് സാർ, ഇവന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എന്റെ കെയർ ഓഫ് അഡ്രസ് വെച്ച് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യും. ശരി സാർ. താങ്ക് യു സാർ. എടാ ശരണേ, നിനക്ക് SLC സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ട് സാർ. അതിൻ്റെ കൂടെ 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി വേണം. എൻ്റെ? പിന്നെ എൻ്റെ ആണോ കൊടുക്കേണ്ടത്? ബാങ്കോക്കിൽ എന്താണ് ജോലി? ട്രാവൽ ഏജൻസിയിലാണ് സാർ. ട്രാവൽ ഏജൻസി? യെസ് സാർ. ഗുഡ്. ഇതാ നിന്റെ പാസ്പോർട്ട്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒന്നും വേണ്ട. കെയർ ഓഫ് അഡ്രസ് എന്റേതാ, ആ ഓർമ്മ വേണം. ഷുവർ സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അളിയ, പാസ്പോർട്ട് കിട്ടിയടാ. കൺഗ്രാചുലേഷൻസ് അളിയാ. ഞാൻ ബാങ്കോക്കിലേക്ക് പോവാ. വേഗം പോയിക്കോ. ഇനിയപ്പോ തിരിച്ചു വരാന്നറിയില്ല. പോകുന്നതിന് മുമ്പ് അവളെ ഒന്നുകൂടെ കാണണമെന്നുണ്ടടാ. കാണണോ? അവളെ കൂടെ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോടാ. നീ മിടുക്കനില്ലേടാ, അവന്റെ ഒരു നാണം കണ്ടില്ലേ? ഇതാ വീട്, വമ്പൻ പാർട്ടികളാ. അവന് കുറച്ച് മ്യൂസിക് ഭ്രാന്തുണ്ട്, അത് മതി അവൻ അടിച്ചു മലത്താൻ. അളിയ, നീ വന്നേ. ഇതാണ് സാർ, ഇതാണ് സാർ ഞാൻ പറഞ്ഞ ടാലന്റഡ് പേഴ്സൺ. സിനിമ ഡയറക്ടറാ, സിനിമ ഡയറക്ടർ. നമസ്കാരം സാർ. എന്തൊക്കെ അറിയാം നിനക്ക്? മിമിക്രി അറിയാം സാർ. മ്യൂസിക്കിലും നല്ല ടാലന്റ് ഉണ്ട് സാർ. 1 minute ഡയറക്ടർ സാർ. ആക്ടിങ് അറിയില്ലേ? പുല്ലേ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പാവങ്ങൾ കഷ്ടപ്പെട്ട് നിനക്കൊക്കെ വോട്ട് വിജയിപ്പിച്ചാൽ നീയൊക്കെ AC കാറി കറങ്ങി നടക്കുമ്പോ കൊതുകിനെ അടിച്ച് കഷ്ടപ്പെട്ട് അവർ കുടിൽ കിടക്കുന്നു. അവർക്കൊക്കെ ചിക്കൻ കുനിയായി, നിനക്കൊക്കെ ചിക്കൻ ബിരിയാണിയോ അല്ലടാ പുല്ലേ. എങ്ങനെയുണ്ട് സാർ? സൂപ്പർ. താങ്ക് യു സാർ. മൂടൊന്ന് പേനയും പേപ്പറും കസേര എടുത്തോണ്ട് ഓടിവാ. ഇതെല്ലാം റോട്ടിക്കൊണ്ടിരുത്ത് അകത്തോട്ട് വിളിച്ചോണ്ട് ഇവിടെ നിന്ന് സമാധാനത്തോടെ എഴുതിക്കോ സാർ. ഭാഗ്യത്തിന് സാറോ ഇവിടെ സാറിന് ഡിസ്റ്റർബ് ചെയ്യരുത്. നടക്കിടക്ക് അക്കയില്ല ക്രെയിൻ വെച്ച് 24 ലെൻസിലും പോവാം. അതെ, സാറ് വേഗം സ്ക്രിപ്റ്റ് എഴുതുമായിരിക്കും അല്ലേ? അത് തന്നെയല്ലേ പണി. നിനക്ക് മ്യൂസിക്കിൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? മ്യൂസിക് ഡയറക്ഷനിൽ താല്പര്യമുണ്ടോ? സാർ, മ്യൂസിക് എന്റെ ജീവൻ സാർ. പഴയ പാട്ടുകളില്ലേ സാർ, ഞാൻ റീമിക്സ് ചെയ്യും സാർ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീതികൾ. ഈ സോങ്ങില്ലേ സാർ, ഇത് നമുക്ക് റീമിക്സ് ചെയ്യാം സാർ. ഇത് റീമിക്സ്
റീമിക്സില് നിന്റെ കണ്ണിൽ വിരുന്നു വന്നു അരെ പറ നീല സാഗര വീതികൾ ഇത് റീമിക്സ് അടിപൊളിയായിട്ടുണ്ട് Thank you, sir. ഇതോടെ AR റഹ്മാൻ ഔട്ട് റീമിക്സ് ഇങ്ങനെ തന്നെ നിന്റെ കണ്ണിൽ നിന്റെ കണ്ണിൽ നിന്റെ നിന്റെ അരെ പറ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു വിരുന്നു 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 വന്നു 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 നിന്റെ നിന്റെ നിന്നെ നിന്നെ അരെ പറ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു അയ്യോ എന്ത് പറ്റി സാർ ആരാടോ അലറി വിളിക്കുന്നത് ഞാനിവിടെ ഉണ്ട്. വർക്കൗട്ട് ആയോടാ ഇനി ബാങ്കോക്കിലേക്ക് പറക്കാലോ